ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 16-ാമത്തെ അധ്യായം പ്രഥമസ്കന്ധമാണ് പഠിക്കുന്നത്. ഇപ്പോൾ ശ്ലോകം 19 ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഹരേ കണ്ടു. കൃഷ്ണ പ്രഭുജി, ശ്ലോകം 19 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായം 16-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ കലിയുമായിട്ട് കലി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട്, കലിയുഗത്തിൻ്റെ കലി അദ്ദേഹമായിട്ടുള്ള ഒരു സംവാദവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അധ്യായം തുടങ്ങുന്നത് നമ്മൾ കണ്ടു. പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് അവിടെ പറയുന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം കലിയെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ ശകാരിക്കുന്നു. ആക്ച്വലി കൊല്ലാൻ വേണ്ടി അദ്ദേഹം മുതിരുന്നു, പക്ഷേ അദ്ദേഹം കൊല്ലാതെ വിടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കലി പരീക്ഷിത്ത് മഹാരാജാവിനെ ശരണം പ്രാപിക്കുന്നു. ഇനി അതുമായി സംബന്ധിച്ച് 5-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കണ്ടു. ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ ശിക്ഷിച്ചേയുള്ളൂ, എന്തുകൊണ്ട് കൊന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടു? കാര്യം ധർമ്മത്തിനെതിരായിട്ടുള്ള കാര്യമാണ് കലി ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ കൊല്ലുവാൻ അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് കലി. എന്നാൽ അത് സംഭവിച്ചില്ല. പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹത്തെ കൊന്നില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് ഒരു ചോദ്യം അവർ ചോദിച്ചു. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. സൂത ഗോസ്വാമി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 10-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നു. അദ്ദേഹം പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ്, അതായത് ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പം അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. സാധാരണ ചക്രവർത്തിമാരിങ്ങനെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളും അവർ കീഴടക്കും, അല്ലെ? അങ്ങനെ അത് ഒരു ക്ഷത്രിയനായി കഴിഞ്ഞാലുള്ള ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചിലപ്പോൾ വേഷം മാറിയിട്ടൊക്കെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയും പോകുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ പല രീതികളിലും, അദ്ദേഹം എപ്പോഴും രാജ്യത്ത് അവിടെ കൊട്ടാരത്തിലിരിക്കുകയല്ല, അദ്ദേഹം പുറത്തിറങ്ങി എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങി വേണ്ട കാര്യങ്ങളെല്ലാം പ്രജകൾക്ക് ചെയ്തു കൊടുക്കുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നു, ഈ കലിയെ കാണുന്നതും, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന ആരാണ് ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന ഇവിടെ? ധരണി, ധർമ്മ. അറിയുമ്പോൾ ഓക്കെ. അപ്പോൾ ധരണി എന്ന് പറഞ്ഞ ഭൂമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ശ്ലോകം 18 മുതൽ നമ്മൾ കാണുന്നത്. 18-ാമത്തെ ശ്ലോകം 18 മുതൽ കാണുന്നത്. അപ്പോൾ 19-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. 18-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ച് അതിൻ്റെ വിവർത്തനം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് 19-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നോക്കാം. ശ്ലോകം 18. ധർമ്മ പദൈകേന ചരൻ വിച്ഛയാം ഉപലഭ്യഗാം പൃച്ഛതി
സ്മാശ്രു വദനാം വിവസ്താം ഇവ മാതരം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വായിച്ചോളൂ. വിവർത്തനം. എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ധർമ്മതത്വങ്ങളുടെ വ്യക്തിത്വമായ യമധർമ്മൻ ഒരു കാളയുടെ രൂപത്തിൽ അലസഗമനം നടത്തുമ്പോൾ ഭൂമിദേവിയുടെ വ്യക്തിത്വത്തെ കുട്ടിയെ നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്ന ഒരു മാതാവിനെ പോലെ കണ്ടുമുട്ടി. നയനങ്ങളിൽ അശ്രുക്കളോടുകൂടിയ അവളുടെ ശരീര സൗന്ദര്യം നഷ്ടപ്പെട്ടിരുന്നു. ആകയാൽ ധർമ്മരാജാവ് ഭൂമിദേവിയോട് ഇപ്രകാരം ആരാഞ്ഞു. താങ്ക് യു. ധർമ്മരാജാവ് കാളയുടെ രൂപത്തിലും ഭൂമിദേവിയുടെ എങ്ങനെയാണ് പറയുന്നത്, പശുവായിട്ട്. അപ്പോൾ ധർമ്മരാജാവ് ഇതേപോലെ കാളയുടെ രൂപത്തിൽ പോകുമ്പോൾ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് ഭൂമി, അതായത് പശുവായി വരുന്ന ഭൂമി ദേവിയെ കാണുന്നു. അപ്പോൾ ഭൂമിയോട് ചോദിക്കുന്ന ധരണി, ഇപ്പോൾ ധർമ്മധരണിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അത് തുടങ്ങുന്നത് 19ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ധർമ്മോവാച, ധർമ്മ പറയുന്നു, കച്ചിത് ഭദ്രേ അനമയം ആത്മനസ്തേ വിച്ഛായാസി മ്ലായേ തേഷാൻ മുഖേന ആലക്ഷ്യയേ ഭവതിം അന്തരാധിം ദൂരേ ബന്ധും ശോചസി കാഞ്ചനാംബ. ശ്ലോകം വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ ഉവാച കച്ചിത് ഭദ്രേ അനാമയം ആത്മനസ്തേ വിച്ഛായാസി മ്ലായതേ ഷൺമുഖേന ആലക്ഷ്യയേ ഭവതി മന്ദരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദ് കി ജയ്. വൃഷഭരൂപത്തിലുള്ള ധർമ്മരാജാവ് ഇപ്രകാരം ആരാഞ്ഞു. അല്ലയോ ഭദ്രേ, നിങ്ങൾ ആരോഗ്യവതിയും സന്തോഷവതിയുമല്ലേ? എന്തുകൊണ്ടാണ് ദുഃഖാകുലയായി കാണപ്പെടുന്നത്? ഭവതിയുടെ മുഖം എന്തുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും മാനസികമോ ശാരീരികമോ ആയ അനാരോഗ്യത്താൽ ക്ലേശിക്കുന്നുവോ? അതോ അകലെയുള്ള ഏതെങ്കിലും ബന്ധുജനങ്ങളെ കുറിച്ച് ചിന്തിച്ചാണോ ഭവതി ശോകാകുലയായി കാണപ്പെടുന്നത്? ഭാവാർത്ഥം. കലിയുടെ ഈ യുഗത്തിലെ എല്ലാ ജനങ്ങളും സദാ ഉത്കണ്ഠാഭരിതരാണ്. ഏവരും ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ പീഡിതരാണ്. ഈ യുഗത്തിലെ ജനങ്ങളുടെ മുഖത്തു നിന്നും മനസ്സിലെ കാരുണ്യങ്ങൾ ഗ്രഹിക്കാൻ ഒരുവന് കഴിയും. കലിയുഗത്തിന്റെ സവിശേഷ ലക്ഷണം ഒരു കുടുംബവും ഒരുമിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെന്നതാണ്. ഉപജീവന മാർഗത്തിനായി പിതാവ് പുത്രനിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്നും അകലെ ജീവിക്കുന്നു. അങ്ങനെ കുടുംബത്തിലെ ഓരോരുത്തർക്കും അകന്ന് ജീവിക്കേണ്ടതായി വരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അവർ ശാരീരികവും മാനസികവുമായ അനാരോഗ്യത്താൽ ഉളവാകുന്ന പീഡ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, താൽക്കാലികമായ സ്ഥിതി നിലനിർത്താനുള്ള ബദ്ധപ്പാടിൽ ഉത്കണ്ഠാകുലരുമാണ്. ഈ യുഗത്തിലെ ജനങ്ങൾ സദാ അസന്തുഷ്ടരായിരിക്കുന്നതിന്റെ ചില പ്രധാന കാരണങ്ങളാണിവ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ധർമ്മ ധരണിയോട് ചോദ്യം ചോദിക്കുവാണ്, എന്താണ് നിനക്ക് വിഷമം? മുഖത്ത് വിഷമം കാണുന്നു, എന്ത് പറ്റി? മുഖമെല്ലാം കറുത്തിരിക്കുന്നു, അതായത് വിഷമത്തിൽ കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വിഷമത്തോടെ കരയുന്നു. എന്താണ് നിൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യം? എന്തെങ്കിലും അസുഖമാണോ? അല്ലെങ്കിൽ എന്താണ് കാര്യം? അതോ ബന്ധുജനങ്ങളെ ആരെങ്കിലും ഓർത്തിട്ടാണോ? അവർ അകലെ പോയിട്ടുള്ള കാരണം അടുത്തില്ലാത്തത് കൊണ്ടുള്ള വിഷമമാണോ? അങ്ങനെ പല ചോദ്യങ്ങളുമാണ് ഇവിടെ ധരണിയോട് ചോദിക്കുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതെല്ലാം കലിയുഗത്തിലെ ഒരു അവസ്ഥയാണ്. ഈ കലിയുഗത്തിലെ ആളുകൾ ഒരുപാട് ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? നമുക്കറിയാം, മനസമാധാനം എന്ന് പറയുന്ന സംഭവം ഇല്ല. പല രീതികളിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അസുഖങ്ങളായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്, വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ,
പ്രശ്നങ്ങളേ ഉള്ളൂ. പല രീതികളിലൂടെ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് അടുത്തുണ്ടാവാൻ പറ്റില്ല എന്നുള്ളത്, അല്ലേ? പല ആളുകളും വിദേശത്ത് പോയി, ഞാനടക്കം വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിക്ക് പോകുന്നു, അച്ഛനും അമ്മയിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു. പല ആളുകളും ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് ഭാര്യ നാട്ടിലും ഭർത്താവ് വേറെ സ്ഥലത്തും, അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നു ഇന്നത്തെ കാലത്ത്. അപ്പോൾ കലിയുഗത്തിലാണ് ഇതൊക്കെ കാണുന്നത്. ഈ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇൻഡസ്ട്രികളും ഇതേപോലുള്ള IT ഇൻഡസ്ട്രി ആവട്ടെ, ടെക്നോളജി ആവട്ടെ, ഇങ്ങനെ പലതും ഇതെല്ലാം ഈ ഒരു കാലത്ത് മാത്രം വന്നിട്ടുള്ളതാണ്. മറ്റുള്ള യുഗങ്ങളിൽ നമുക്കറിയാം വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അവർക്ക് ജീവിക്കുവാനുള്ള എല്ലാ മാർഗവും അന്ന് രാജ്യഭരണം നടത്തുന്ന സമയത്ത്, നല്ല ക്ഷത്രിയരുടെ കീഴിൽ അവർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന രാജ്യത്ത് തന്നെ എല്ലാം അവൈലബിൾ ആയിരുന്നു, സുലഭമായിരുന്നു. അപ്പം അതിനുവേണ്ടി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്താണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു കലിയുഗത്തിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പല രീതികളിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ രീതികളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. പൈസ സമ്പാദിക്കാൻ വേണ്ടി വേറെ രാജ്യത്തിൽ പോയിരിക്കേണ്ട അവസ്ഥയാണ്. ജോലി ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന അവസ്ഥയാണ്. വീട്ടിലുള്ള ആളുകളുടെ കൂടെ ഇല്ല. വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ വരും. ചിലപ്പോൾ ചില ആളുകൾ 2 വർഷം കൂടുമ്പോഴും 3 വർഷം കൂടുമ്പോഴും നമുക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ചില ആളുകൾക്ക് വിഷമമായിട്ട് തോന്നുന്നില്ല. കാര്യം പൈസ എന്ന് പറയുന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായി ധരിക്കുന്ന ആളുകൾ, അവർക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യാൻ അവർ തയ്യാറാണ്. എന്നാൽ ആലോചിക്കണം, നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നതൊക്കെ ആ പൈസ സമ്പാദിക്കുന്ന ആളും സമ്പാദിക്കുന്നത് വീട്ടിലെ ആളുകളുടെ കാര്യം നോക്കുവാനും, അല്ലെങ്കിൽ ആ ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ്. ഫാമിലിയിലെ എല്ലാ ആളുകളെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെയാണ്. എന്നാൽ അതിനൊരുമിച്ചിരിക്കാൻ പോലുള്ളൊരു അവസരം കൂടെ ഇല്ലെങ്കിൽ ചെയ്യുന്ന ഇത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കലിയുഗത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മളെ കാണിപ്പിച്ചു തരുന്നതും സൂചിപ്പിക്കുന്നതും. ഓക്കെ, ശ്ലോകം 20 നോക്കാം. പാദേർന്യൂനം ശോചസി മൈകപാദം ആത്മാനം വാ വൃഷലേർബോക്ഷ്യമാനാം ആഹോസുരാദിൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉതാസ്വിൻ മഖവതി അവർഷതി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ. പാദൈന്യൂനം ശോചസി മൈകപാദം ആത്മാനം വാ വ്യശ്യലൈർബോക്ഷ്യമാനം ആഹോസുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഊത സ്വിന്മഖവത്യവർഷതി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥ ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. 3 കാലുകളും നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. എൻ്റെ ഈ അവസ്ഥയെ കരുതിയാണോ ഭവതി വിലപിക്കുന്നത്? അതോ ഇനി മുതൽ നിയമവിരുദ്ധമായ മാംസാഹാരികൾ ഭവതിയെ ചൂഷണം ചെയ്യുമെന്നതിനാലുള്ള അതിയായ ഉത്കണ്ഠയാലാണോ? അതല്ല, ഇപ്പോൾ യജ്ഞാനുഷ്ഠാനങ്ങളില്ലാതെ ദേവന്മാർക്ക് ഭാഗമില്ലാത്തതിനാൽ വിഷമിക്കുന്നുവോ? അതോ ക്ഷാമവും വരൾച്ചയും മൂലം ക്ലേശിക്കുന്ന ജീവാത്മാക്കൾക്കായി ദുഃഖിക്കുന്നുവോ? ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. കലിയുഗം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ ആയുസ്, കരുണ, ഓർമ്മശക്തി, സദാചാരം അഥവാ ധാർമ്മിക തത്വങ്ങൾ എന്നീ 4 കാര്യങ്ങൾ വിശേഷിച്ചും ക്രമേണ കുറഞ്ഞു വരുന്നു. ധർമ്മം അഥവാ ധാർമ്മിക തത്വങ്ങൾ
നാലിൽ 3 പങ്കും നഷ്ടപ്പെടുമെന്നതിനാൽ ധർമ്മത്തിന്റെ പ്രതിരൂപമായ കാള ഒറ്റക്കാലിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ലോക ജനസംഖ്യയിൽ 4/3 ഭാഗം ജനതയും അധർമ്മികളാകുമ്പോൾ മൃഗങ്ങൾക്ക് ഇത് നരകമായി തീരുന്ന അവസ്ഥ സംജാതമാകുന്നു. കലിയുഗത്തിൽ ഈശ്വരരഹിത സംസ്കാരം പരമദിവ്യോത്തമ പുരുഷനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ എതിർക്കുന്ന നിരവധി നാമമാത്രമായ ധാർമ്മിക സമിതികളെ സൃഷ്ടിക്കും. അപ്രകാരം വിശ്വാസമില്ലാത്ത മാനവ സമൂഹങ്ങൾ ഈ ലോകത്തെ സുബുദ്ധികളായ ജനവിഭാഗത്തിന് വാസയോഗ്യമല്ലാതാക്കി തീർക്കും. പരമദിവ്യോത്തമ പുരുഷനിലുള്ള ആനുപാതികമായ വിശ്വാസത്തിന് അനുസൃതമായിട്ടാണ് മനുഷ്യരെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാം തരം വിശ്വാസികൾ വൈഷ്ണവരും ബ്രഹ്മനുമാകുന്നു. പിന്നീട് ക്ഷത്രിയരും, മൂന്നാമത് വൈശ്യരും, പിന്നെ ശൂദ്രരും, അല്ലേ? ബ്രാഹ്മണൻ. അതെ, ബുക്കിൽ അതിൽ അങ്ങനെയാണ്. പിന്നെ ശൂദ്രരും, അതിനുശേഷം മ്ലേച്ഛർ, യവനർ, ഏറ്റവും ഒടുവിൽ ചണ്ടാലരും. മനുഷ്യവാസനയുടെ അപജയം മ്ലേച്ഛാവസ്ഥയിൽ നിന്നും ആരംഭിക്കുന്നു. ചണ്ടാലാവസ്ഥയിലുള്ള ജീവിതം മനുഷ്യ അധപ്പതനത്തിന്റെ അവസാന വാക്കാകുന്നു. വേദസാഹിത്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന മുകളിൽ പ്രസ്താവിച്ച പദങ്ങളൊക്കെയും ഒരിക്കലും ഒരു പ്രത്യേക ജനസമൂഹത്തെയോ അല്ലെങ്കിൽ ജന്മത്തെയോ ഉദ്ദേശിച്ചുള്ളതല്ല. അവ മനുഷ്യരുടെ പൊതുവെയുള്ള വ്യത്യസ്ത യോഗ്യതകളാകുന്നു. ജന്മാവകാശത്തിന്റെയോ സമുദായത്തിന്റെയോ പ്രശ്നമേ ഉദിക്കുന്നില്ല. സ്വപ്രയത്നത്താൽ യഥായോഗ്യമായ ഗുണങ്ങൾ ഒരുവന് സ്വായത്തമാക്കാൻ കഴിയും. ആകയാൽ പരമപുരുഷനുമായുള്ള അവരുടെ സംസർഗത്തിന്റെയോ ഉറ്റബന്ധത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു വൈഷ്ണവന്റെ പുത്രന് മ്ലേച്ഛനായി തീരാനും അല്ലെങ്കിൽ ഒരു ചണ്ടാലന്റെ പുത്രന് ഒരു ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനായി തീരാനും കഴിയും. വലിയ ഭാവാർത്ഥാണ് പ്രഭുജി. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ബാക്കി ആരെങ്കിലും വായിച്ചു? ഹരേ കൃഷ്ണ. പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? മാംസഭോജികളായ മനുഷ്യരെ പൊതുവെ മ്ലേച്ഛരെന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ എല്ലാ മാംസഭോജികളായ മനുഷ്യരും മ്ലേച്ഛരല്ല. വേദവിഹിതമായ അനുശാസനങ്ങൾക്ക് വിധേയമായി മാംസം ഭക്ഷിക്കുന്നവർ മ്ലേച്ഛരല്ല. എന്നാൽ യാതൊരുവിധ അനുശാസനങ്ങൾക്കും വിധേയമാകാതെ മാംസഭോജനം നടത്തുന്നവരെ മ്ലേച്ഛരെന്ന് വിശേഷിപ്പിക്കുന്നു. മാട്ടിറച്ചിയും ഗോമാംസവും ധർമ്മശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ മാട്ടിറച്ചിയും ഗോമാംസവും നിഷിദ്ധമെന്ന ധർമ്മശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ പ്രതിപാദിക്കുന്നു. മാത്രവുമല്ല, വേദ അനുകർത്താക്കൾ പശുവിനും കാളയ്ക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ ജനങ്ങൾ കാളയുടെയും പശുവിന്റെയും ശരീരം ആഗ്രഹിക്കുന്ന തരത്തിൽ ചൂഷണം ചെയ്യുന്നു. അപ്രകാരം അവർ വിവിധ രീതിയിലുള്ള ദുരിതങ്ങളെ ക്ഷണിച്ചു വരുത്തും. ഈ യുഗത്തിലെ ജനങ്ങൾ യാതൊരു വിധത്തിലുള്ള യജ്ഞവും ബലിയും അനുഷ്ഠിക്കുന്നില്ല. ഇന്ദ്രിയാസ്വാദനത്തിൽ ലൗകികമായി വ്യാപൃതരായിരിക്കുന്നവർക്ക് യജ്ഞാനുഷ്ഠാനം അത്യന്താപേക്ഷിതമെങ്കിൽ തന്നെയും മ്ലേച്ഛരായ പ്രജകൾ യജ്ഞാനുഷ്ഠാനങ്ങൾക്ക് അത്ര പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ 3:1-4-1-6 യജ്ഞാനുഷ്ഠാനങ്ങൾ കർശനമെന്ന് നിർദ്ദേശിക്കുന്നു. ആർക്കെങ്കിലും വായിക്കണോ പ്രഭുജി? വായിക്കട്ടെയോ? കുറച്ചുകൂടെ വായിച്ചോളൂ. ജീവസത്തകൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. സൃഷ്ടിക്കപ്പെട്ട ജീവസത്തകളെ ഭഗവത് സന്നിധിയിലേക്കുള്ള പാതയിൽ പുരോഗമനപരമായി നിലനിർത്താൻ യജ്ഞാനുഷ്ഠാന വിധികളും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ആ ചിന്താ പദ്ധതി ഇപ്രകാരമാകുന്നു. ജീവാത്മാക്കൾ അഥവാ ജീവസത്തകൾ ധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവിൽ ജീവിക്കുകയും അവ ഭക്ഷിക്കുന്നതിലൂടെ രക്തത്തിന്റെയും ബീജത്തിന്റെയും രൂപത്തിൽ അവർക്ക് ശരീരത്തിന് ജീവധാരമായ ശക്തി ലഭിക്കുകയും അപ്രകാരം ഒരു ജീവസത്തയ്ക്ക് രക്തത്തിൽ നിന്നും ബീജത്തിൽ നിന്നും മറ്റ് ജീവസത്തക്കളെ സൃഷ്ടിക്കാൻ കഴിവുള്ളതായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ധാന്യങ്ങൾ, പുൽക്കൊടികൾ തുടങ്ങിയവയുടെ ഉൽപാദനം മഴയാലാണ് സാധ്യമായി തീരുന്നത്. അതേസമയം യഥാകാലങ്ങളിൽ വേണ്ടത്ര മഴ ശരിയായി വർഷിക്കപ്പെടുന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള യജ്ഞങ്ങളുടെ യഥോചിതമായ അനുഷ്ഠാനം മുഖേനയാണ്. സാമവേദം, യജുർവേദം, ഋഗ്വേദം, അഥർവവേദം എന്നീ വേദങ്ങളിൽ അനുശാസിച്ചിരിക്കുന്ന പൂജാവിധികൾ പ്രകാരമാണ് അത്തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. യജ്ഞവേദിയിൽ അഗ്നിക്ക് സമർപ്പിക്കുന്നതിലൂടെ സൂര്യദേവൻ പ്രസന്നനാകുന്നുവെന്ന് മനുസ്മൃതിയിൽ പരാമർശിച്ചിരിക്കുന്നു. സൂര്യദേവൻ സന്തുഷ്ടനാകുന്നതോടെ അദ്ദേഹം യഥോചിതമായി സാഗരത്തിൽ നിന്നും ജലം സംഭരിക്കുകയും അപ്രകാരം അംബരാന്തത്തിൽ യഥേഷ്ടം ശേഖരിക്കപ്പെടുന്ന മേഘങ്ങളിൽ നിന്നും മഴ വർഷിക്കപ്പെടുകയും ചെയ്യുന്നു. വേണ്ടത്ര മഴ വർഷിക്കുകയാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ആവശ്യമായ ധാന്യോൽപാദനം നടക്കുകയും അപ്രകാരം പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ജീവസത്തക്കൾക്ക് ഊർജം ലഭിക്കുകയും ചെയ്യുന്നു. എങ്കിലും മ്ലേച്ഛന്മാർ ഗോക്കളെയും കാളകളെയും മറ്റു മൃഗങ്ങളോടൊപ്പം കൊല്ലാനായി കശാപ്പ് ശാലകൾക്ക് രൂപം നൽകുന്നു. ധ്യാനോൽപാദനങ്ങൾക്കായി യജ്ഞാനുഷ്ഠാന വിധികൾക്ക് യാതൊരു പ്രാധാന്യവും
കൽപ്പിക്കാതെ മൃഗമാംസം ഭക്ഷണമാക്കാനും വ്യവസായശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അഭിവൃദ്ധ്യുന്മുഖമായി തീരാമെന്നും അവർ ചിന്തിക്കുന്നു. എന്നാൽ മൃഗങ്ങൾക്കായെങ്കിലും ധാന്യങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിക്കേണ്ടതായിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം മൃഗങ്ങൾക്ക് ജീവിക്കുവാൻ പോലും സാധ്യമല്ല. മൃഗങ്ങൾക്ക് ആവശ്യമായ പുല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത്ര മഴയുടെ ആവശ്യമുണ്ട്. ആകയാൽ ഇന്ദ്രനെയും ചന്ദ്രനെയും സൂര്യനെയും പോലെയുള്ള ദേവന്മാരുടെ കൃപയെ അവർക്ക് അന്തിമമായി ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി അത്തരം ദേവന്മാരെ നിശ്ചയമായും യജ്ഞങ്ങളിലൂടെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഹരേ കൃഷ്ണ. വായിക്കണ്ടോ? വായിച്ചോട്ടെ? ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കൂ, സമയം കളയാതെ. വായിക്കട്ടെ പ്രഭു എന്ന്? ശരി. ഹരേ കൃഷ്ണ. നാം മുമ്പ് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഭൗതിക ലോകം ഒരു തരത്തിലുള്ള കാരാഗ്രഹമാകുന്നു. കാരാഗ്രഹത്തെ ഉചിതമായ രീതിയിൽ സംരക്ഷിക്കാൻ ഭഗവാനാൽ നിയുക്തരായ ഭഗവത് സേവകരാണ് ദേവന്മാർ. നാസ്തികരും നിയമലംഘകരും ദുശാഠ്യക്കാരും അവനീതരും ധ്വംസകരുമായ ജീവസത്തുക്കൾ ക്രമേണ ഭഗവാന്റെ അനന്തശക്തിക്കെതിരായി തിരിയുന്നത് കാണാൻ ഈ ദേവന്മാർ ആഗ്രഹിക്കുന്നു. ആകയാലാണ് ധർമ്മശാസ്ത്രങ്ങളിൽ യജ്ഞാനുഷ്ഠാന വിധികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭൗതികവാദികൾ കഠിന പ്രയത്നം ചെയ്യാനും ഇന്ദ്രിയാസ്വാദനത്തിനായി അഭികാമ്യ കർമ്മഫലങ്ങൾ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർ നിരവധി തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നു. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ആത്മാർത്ഥമായി ഏർപ്പെടുന്നവർ എല്ലാവിധ സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അതീതരാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണാത്മക മാലിന്യങ്ങളിൽ നിന്നും മുക്തമാണ്. ഭക്തന്റെ ജീവിതം തന്നെ യജ്ഞത്തിന്റെ അഥവാ സമർപ്പണത്തിന്റെ അഥവാ പരിത്യാഗത്തിന്റെ പ്രതിരൂപമാകയാൽ ഭക്തർക്ക് നിർദ്ദിഷ്ടമായ യജ്ഞാനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ഇന്ദ്രിയാസ്വാദനത്തിനായി അഭികാമ്യ കർമ്മങ്ങളിൽ നിരതരായവർ നിശ്ചയമായും നിർദ്ദിഷ്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. എന്തെന്നാൽ അഭികാമ്യ കർമ്മികൾ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപ കർമ്മ പ്രത്യാഘാതങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള ഏക മാർഗമാണത്. സംഭരിച്ചു കൂട്ടിയ പാപങ്ങളെ ചെറുക്കുവാനുള്ള മാർഗമാണ് യജ്ഞം അല്ലെങ്കിൽ ആത്മസമർപ്പണം. പടവുപുള്ളികൾ അനുസരണയുള്ള പ്രജകളായി മാറുമ്പോൾ അഥവാ സ്വഭാവമാറ്റം ഉണ്ടാകുമ്പോൾ കാരാഗ്രഹ അധികാരിക്ക് അത്യന്തം സന്തോഷമുണ്ടാകുന്നത് പോലെ അങ്ങനെയുള്ള യജ്ഞാനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ ദേവന്മാർ സംപ്രീതരാകുന്നു. എങ്കിലും ശ്രീ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന യജ്ഞം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏവർക്കും പങ്കെടുക്കാൻ കഴിയുന്നതും ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്നതുമായ ഒരേ ഒരു യജ്ഞത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്രകാരം ഭക്തരും അഭികാമ്യ കർമ്മികളും സങ്കീർത്തന യജ്ഞാനുഷ്ഠാനങ്ങളിൽ നിന്നും തുല്യ നേട്ടം കൈവരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, വലിയ ഭാവാർത്ഥമാണ്. വായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ പറയുന്നു, ധരണിയോട് ഉള്ള സംവാദത്തിൽ ധർമ്മ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? കണ്ണുനീരുണ്ടല്ലോ, എന്തുകൊണ്ട് വിഷമിക്കുന്നു? നിറമെല്ലാം മാറി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഈ ശ്ലോകത്തിൽ ചോദിക്കുകയാണ്, ധർമ്മ ചോദിക്കുന്നു, എൻ്റെ 3 കാലുകൾ നഷ്ടപ്പെട്ടു, ഞാൻ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ഇനി ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണോ നിനക്ക് വിഷമമുള്ളത്? ധരണിയോട് ചോദിക്കുകയാണ് ധർമ്മ. അതോ ഇനി മ്ലേച്ഛർ അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുന്നവർ നിന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള പേടി കൊണ്ടാണോ കരയുന്നത്, വിഷമിക്കുന്നത്? അതോ ഇനി ആലോചിക്കുന്നു, അതോ ഇനി വേണ്ട രീതിയിലുള്ള യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കലിയുഗത്തിൽ. യജ്ഞങ്ങളിലൂടെ ദേവതമാരെ പ്രസാദിപ്പിക്കണം. അങ്ങനെയാണ് ഇവിടെ ഭൂമിയിൽ വിളവുണ്ടാവുന്നതും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നതും. ഇനി അത് നടക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണോ നീ വിഷമിക്കുന്നത്? അല്ലെങ്കിൽ ആളുകൾ ഈ യജ്ഞങ്ങൾ നടക്കാതെ വരുമ്പോൾ വേണ്ട രീതിയിൽ കൃഷി ഇല്ലാതെയാവും, ഭക്ഷണം ക്ഷാമം ഉണ്ടാവും, ഇതെല്ലാം സംഭവിക്കും. ഈ അങ്ങനെ ആ ഒരു പേടി കൊണ്ടാണോ നീ കരയുന്നത്? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പ്രഭുപാദി വളരെ വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ധർമ്മം
എന്താണ് ധർമ്മം എന്നുള്ളതും അല്ലെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ കലിയുഗത്തിൽ നമുക്കറിയാം ധർമ്മം എന്ന് പറയുന്നത് 4 കാലുകളിൽ നിൽക്കുന്നു എന്ന് പറയും അല്ലേ. 4 കാലിലെ 3 ഓൾറെഡി നഷ്ടപ്പെട്ടു. ഒരു കാലിലാണ് ഇപ്പോൾ ഉള്ളത് കലിയുഗത്തിൽ. ഇനി ആ കാലും ഒറ്റ കാലിൽ നിൽക്കുന്ന ആ കാലും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? തപസ്, ശൗചം, ദയ, ധർമ്മം. അതിൽ നഷ്ടപ്പെടാത്തത് കുറച്ചെങ്കിലും ഉള്ളത് ഒരു കാലം ഏതാണ് ഉദ്ദേശിക്കുന്നത്? ബാക്കിയുള്ളത് സത്യം. ധർമ്മം റെപ്രസെൻ്റ് ചെയ്യുന്ന 4 കാലുകൾ. അപ്പോൾ ധർമ്മം അവിടെ ഒന്നായിട്ട് പറയുന്നില്ല. ഇത് 4 ധർമ്മമാണ്. അതിൽ ഏതൊക്കെ ഒന്നുകൂടെ പറയൂ. തപസ്, ശൗചം, ദയ. ഒന്നുകൂടെ. സത്യം മാത്രമാണ് ഉള്ളത്. ബാക്കി 3 നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പോൾ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന കാല് സത്യത്തിൻ്റെയാണ്. പക്ഷേ എന്നാൽ സത്യവും അതും വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ദയയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ 4 നിയമങ്ങളും 4 യമനിയമങ്ങൾ പാലിക്കുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ധർമ്മത്തെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. അപ്പോൾ നിയമങ്ങൾ തെറ്റിക്കുന്ന ആളുകൾ ധർമ്മം പാലിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ കലിയുഗത്തിലെ അന്തേവാസികൾ കലിയുഗത്തിലെ ആളുകളായി മാറുന്നു. നമ്മൾ കലിയുഗത്തിൽ നിന്നുകൊണ്ട് കലിയുഗത്തിലെ ആളുകൾ ജനറലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ധർമ്മം ഫോളോ ചെയ്തിരിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അതാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാശക്തിയുടെ എല്ലാ പ്രഭാവവും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കലിയുഗത്തിൽ. അപ്പോൾ ഭഗവാനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും കലിയുഗത്തിലുണ്ട്. എന്നാൽ ആ ഒരു ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 4 നിയമങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ധർമ്മത്തിൻ്റെ 4 കാലുകളെ നമ്മൾ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിലെങ്കിലും അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ കേൾക്കട്ടെ. ഹരേ കൃഷ്ണ. No meat eating, no gambling, no illicit sex, no intoxication. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ ധർമ്മത്തിൻ്റെ ഏതൊക്കെ കാലുകളായിട്ടാണ് കണക്ഷൻ? ദയ, meat eating, മൃഗങ്ങളെ കൊല്ലുന്നതൊക്കെ, ശൗചം, ഇല്ലിസിറ്റ്, ഓക്കെ, അവിഹിത ബന്ധങ്ങൾ. ഇനി മൂന്നാമത്തെ ദയ, സത്യം, ശൗചം. ദയ പറഞ്ഞു, ശൗചം സത്യം, പറഞ്ഞു. മറ്റേ ഗാംബ്ലിംഗ്, സത്യം ഗാംബ്ലിംഗ്. ഓക്കെ, അതായത് ചൂത് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ സമയം കൊണ്ട് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ അതിൽപ്പെടും. ഇപ്പോൾ ലോട്ടറി ആണെങ്കിലും ഷെയർ മാർക്കറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതായത് ചെറിയ സമയത്ത് അല്ലെങ്കിൽ വലുത് ആഗ്രഹിക്കുന്നു. അതായത് അത്യാഗ്രഹം, അവിടെ ആർത്തിയാണ് അവിടെ വരുന്നത്. നോർമൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നോർമൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അവിടെ പറയുന്നത്. അതൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളിൽ വരുന്നു. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ്, സത്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കുറച്ചെങ്കിലും ഇന്നത്തെ കാലത്ത് ഉള്ളത്. എന്നാൽ അതും ഷേക്കിംഗ് ആണെന്ന് മാത്രം. ഓക്കെ, ഇനി ഫൈനലി ഇൻടോക്സിക്കേഷൻ, ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇതിൽ പെടുന്നു. ഇൻടോക്സിക്കേഷൻ അത് ഏത് ധർമ്മത്തിൻ്റെ ഏത് കാലാണ്? ഹരിബോൽ. ഹരേ കൃഷ്ണ. തപസ്യ. അറിയാം, മാതാജിക്ക് അറിയാമെന്നറിയാം, പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരാത്താണ്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ തപസ്യയാണ്. തപസ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ പോകുമ്പോൾ ഈ പറയുന്ന ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പല രീതികളിലും അത് നമുക്ക് പറയാം. അപ്പോൾ എനിവേ, ഇതെല്ലാം ഓസ്റ്റെറിറ്റി അല്ലെങ്കിൽ തപസ്യയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ സത്യം മാത്രമാണ് കുറച്ചെങ്കിലും ഉള്ളത്. പ്രഭുപാദ് അപ്പോൾ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇന്നത്തെ കാലത്ത് വിശ്വാസമില്ലാത്ത ആളുകളാണ് എല്ലാവരും. ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല, ശാസ്ത്രങ്ങൾ വിശ്വാസമില്ല, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ധർമ്മത്തിൽ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ലാത്ത ആളുകളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ എന്നാൽ മറ്റുള്ള യുഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുമ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു വർണ്ണാശ്രമ സിസ്റ്റത്തിനകത്ത് അവർ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വാസവും അല്ലെങ്കിൽ ശാസ്ത്രവുമായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. എന്നാൽ ഇന്നത്തെ കലിയുഗത്തിൽ ഇതൊന്നുമില്ല. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വൈഷ്ണവരില്ല, ബ്രാഹ്മണരില്ല, ക്ഷത്രിയരില്ല. എല്ലാവരുടെ അവസ്ഥയും, വൈശ്യർ, ശൂദ്രർ എല്ലാവരുടെ അവസ്ഥയും മോശമാണ്. പ്രഭുപാദ് പറയുന്നു, അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈറാർക്കി നോക്കുവാണെങ്കിൽ, വിശ്വാസമുള്ള കൂട്ടരിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈഷ്ണവർക്കും ബ്രാഹ്മണർക്കുമാണ് ഇതിലൊക്കെ വിശ്വാസമുള്ളത്, ഭക്തിയിലും ശാസ്ത്രങ്ങളിലുമൊക്കെ. അതിനുശേഷം ക്ഷത്രിയർ, പിന്നെ വൈശ്യർ, പിന്നീടാണ് ശൂദ്രരും മ്ലേച്ഛർ, യവനർ എന്നൊക്കെ പറയുന്നത്, ചണ്ടാലർ എന്നുള്ള ആളുകൾ. പ്രഭുപാദ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ പറയുന്നു, ജന്മമല്ല ആളുകളെ ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ജന്മം ഏത് വേണമെങ്കിൽ ആവാം. ചണ്ടാല കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ഒരു ബ്രാഹ്മണനാവാം. അതായത് ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസ് അവർക്കുണ്ടെങ്കിൽ, ക്ഷമ, ദമ, തപ, ശൗചം, ആർജവം, ഇതെല്ലാം ബ്രാഹ്മണരുടെ ക്വാളിറ്റീസാണ് ഭഗവത്ഗീത പറയുന്നു. അതേപോലെ തന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുക, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുക, അപ്പോൾ ടീച്ചിങ്, ഇതെല്ലാം, അതായത് ഭാഗവതം പഠിപ്പിക്കുക, ഭഗവത്ഗീത, വേദങ്ങൾ പഠിപ്പിക്കുക, ഇതെല്ലാം ബ്രാഹ്മണിക്കൽ ജോബുകളാണ്. സംസ്കൃതം പഠിപ്പിക്കുന്നതും ഇതെല്ലാം ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് ഉള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. ക്ഷത്രിയരെന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റും കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുക. വൈശ്യരെന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യുക, പല രീതിയിലുള്ള ബിസിനസ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഫ്ലേവർ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്തും. അപ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. പക്ഷേ അവർക്ക് വേദങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ അവർ ചിലപ്പോൾ ബിസിനസ് ചെയ്യും. അപ്പോൾ അവർക്ക് ജന്മം കൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷേ ചെയ്യുന്ന ജോലി ബിസിനസ് ആയിരിക്കും, അവരുടെ ഇൻട്രസ്റ്റും അതായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വൈശ്യരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്, ബ്രാഹ്മണൻ്റെ ജോലിയല്ല ചെയ്യുന്നത്. അപ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കർമ്മം കൊണ്ട് എന്താണോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചണ്ടാല കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല ഭക്തനാവാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു വ്യക്തി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു, നാമം ജപിക്കുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ സങ്കീർത്തന ആന്തോളനത്തിൽ പങ്കെടുക്കുന്നു, അത് ആചരിക്കുന്നു, അങ്ങനെയുള്ളവരെ ബ്രാഹ്മണനാക്കി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. അതാണ് പ്രഭുപാദ് പറയുന്നത്. സിസ്റ്റം അല്ലെങ്കിൽ ഏത് കുലം എന്നുള്ളത് വിഷയമല്ല, എന്നാൽ കർമ്മമാണ്. എന്താണ് അവരുടെ ക്വാളിറ്റീസ്, ഇതിലാണ് കാര്യമിരിക്കുന്നത്. പിന്നീട് പ്രഭുപാദ് പറയുന്നത് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ അർത്ഥം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലേ? നമുക്ക് ധാന്യങ്ങൾ വേണം, അതേപോലെ പച്ചക്കറി വേണം, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ 14, 15, 16 3-4 ശ്ലോകങ്ങളിൽ അവിടെ പറയുന്ന കാര്യം അതവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലേ? ആ ഒരു പ്രോസസ്സ്, അതായത് മഴ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ ധാന്യങ്ങളിലും പച്ചക്കറികളിലും അത് കഴിച്ചതിന് ശേഷം അത് രക്തമായി മാറുന്നു, രക്തത്തിൽ നിന്ന് പിന്നെ അത് ശുക്ലമായി മാറുന്നു,
പിന്നീട് അത് വേറെ ജീവജാലങ്ങളെ സൃഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി അതിന് കിട്ടുന്നു. ഈ ഒരു പ്രോസസ്സ് ഒക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട്, അതായത് ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം സൈക്കിൾ നടക്കണമെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണമെന്നുള്ളത്. എന്നിട്ടാണ് അവിടെ യജ്ഞശിഷ്ടാശിനോ ശാന്തോ ഭുഞ്ചത്തെ സർവകിൽബിഷേ എന്ന് പറയുന്ന ശ്ലോകമൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുന്ന കാര്യം അവിടെ പറയുന്നു. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേവതമാർ പ്രീതിപ്പെടുന്നു. അപ്പോൾ ദേവതമാർ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങളുടെയും ഇൻചാർജായിട്ടുള്ള ആളുകളുണ്ട് അല്ലേ? അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ ഇവിടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് തരുന്നു. ഇതാണ് നോർമലായിട്ടുള്ള പ്രോസസ്സ്. എന്നാൽ അവിടെയും പ്രഭുപാദ് എടുത്ത് പറയുന്നു, ഭക്തനെ സംബന്ധിച്ച് അങ്ങനെ ദേവതമാരുടെ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഭാഗവത ധർമ്മം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അവർ ഭാഗവത ധർമ്മം ഫോളോ ചെയ്താൽ മതി. നാമജപവും കീർത്തനവും ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ള പോലെ സങ്കീർത്തന യജ്ഞം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അതിലൂടെ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള എല്ലാം തന്നെ കിട്ടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സങ്കീർത്തന യജ്ഞത്തിലൂടെ പ്രീതിപ്പെടുത്തുന്നത് പരമദിവ്യോത്തമ പുരുഷനെയാണ്. ഇപ്പോൾ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടുള്ള ദേവതമാർ ഓട്ടോമാറ്റിക്കലി പ്രീതിപ്പെടും. അപ്പോൾ വേറെ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സൂര്യദേവനെ പ്രീതിപ്പെടുത്താനും ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്താണെങ്കിൽ ഭാഗവത ധർമ്മം ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇല്ലാത്ത പക്ഷം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതാണ് യജ്ഞങ്ങൾ. അതാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഭക്തി മാർഗത്തിൽ ഇല്ലാത്ത ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതും ഭഗവാൻ പറയുന്നുണ്ട്, ദേവതമാർക്ക് വേണ്ടത് കൊടുത്തില്ലെങ്കിൽ, യജ്ഞത്തിലൂടെ അവർക്ക് വേണ്ട ആ ഒരു പങ്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കള്ളന്മാരെ പോലെയാണെന്നുള്ളത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. ഇതെല്ലാം അപ്ലിക്കബിൾ ആർക്കാണ്? ഈ പറയുന്ന ഭാഗവത ധർമ്മം ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് അപ്ലിക്കബിൾ ആണ്. അല്ലാത്തവർക്ക്, മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന യജ്ഞം അല്ലെങ്കിൽ ഭാഗവത ധർമ്മം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഭഗവാനെയാണ് ആരാധിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നു. അതിലൂടെ എല്ലാ ദേവതമാരും പ്രീതിപ്പെടുന്നു. മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഭൂമിദേവി കനിഞ്ഞ് കൊടുക്കുന്നു. പൃഥു മഹാരാജിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അവിടെ പൃഥു മഹാരാജ് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ യജ്ഞങ്ങളെല്ലാം യജ്ഞപുരുഷൻ അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ടായിരുന്നു, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഭൂമിദേവി ആവശ്യത്തിനേക്കാൾ കൂടുതൽ അവിടെ വേണ്ടതിനേക്കാൾ കൂടുതൽ സമൃദ്ധി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കേട്ടിട്ടുണ്ടാവും, ഈവൻ പ്രഭുപാദിൻ്റെ ഒരു ഹിസ്റ്ററിയിലും നമ്മൾ കേട്ടിട്ടുണ്ട്, നടന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഇതേപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് മഴയില്ലാത്ത സ്ഥലത്ത് ഇവരെ പോയി കീർത്തനം ചെയ്തു. 2 ദിവസം കീർത്തനം ചെയ്തു. 3-ാമത്തെ ദിവസം, അതോ ആദ്യത്തെ ദിവസം തന്നെയാണോ എന്നെനിക്ക് ഓർമ്മയില്ല, എന്നാൽ മഴ പെയ്യുന്നു. കീർത്തനത്തിലൂടെ മഴ പെയ്യിപ്പിച്ചു. ഇതെല്ലാം അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഇതെല്ലാം അന്ന് അത് നടന്നത് എങ്ങനെയോ നടന്നു എന്നുള്ളതല്ല. നമ്മൾ വിചാരിക്കുമോ അത് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല കാരണം, കീർത്തനായിരിക്കില്ല കാരണം. പക്ഷേ സങ്കീർത്തന യജ്ഞത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. ഒരുപാട് ശക്തിയുണ്ട് ഭഗവാന്റെ തിരുനാമം. കാര്യം ഈ ഒരു കലിയുഗത്തിലെ ധർമ്മം അതാണ്. നാമസങ്കീർത്തനമാണ് ധർമ്മം, ഏറ്റവും പ്രധാനപ്പെട്ട പരമമായിട്ടുള്ള ധർമ്മം ഈ കലിയുഗത്തിലെ ആളുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ 21-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ക്ലാസ്സിൽ പ്രഭു കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. जगद्गुरु शिला प्रभुपाद की जय. समवेद गौर भक्तवृंद की जय. गौड़ी गुरुवृंद की जय. निताय गौर प्रेमानंदे. हरे कृष्ण. हरे कृष्ण प्रभु. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. പറയൂ. ഇതിലെ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നുണ്ടല്ലോ, മാംസഭോജികളായ മനുഷ്യരെ പൊതുവെ മ്ലേച്ഛർ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മാംസാഹാരികളും മ്ലേച്ഛരല്ലാന്ന് പറയുന്നു. ശാസ്ത്രവിഹിതമായ അനുശാസനങ്ങൾക്ക് വിധേയമായി മാംസം ഭക്ഷിക്കുന്നവർ മ്ലേച്ഛരല്ല എന്ന് പറയുന്നു.
അപ്പൊ അതെങ്ങനെ ചെയ്യും? അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്ന ശാസ്ത്രങ്ങളിൽ ചില ഭാഗത്ത്, അതായത് വേദങ്ങളിൽ ഇപ്പോൾ മാംസം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് അമാവാസി ദിവസത്തിൽ ബലി കൊടുക്കുന്ന കാര്യവും അതൊരു ഒരു അനുഷ്ഠാനം അവിടെ പറയുന്നുണ്ട്, രീതികൾ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ശാസ്ത്രത്തിൽ ആ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് മാംസം കഴിക്കാൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ക്രമേണ അതെല്ലാം അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രവിധി പ്രകാരം പറഞ്ഞിട്ടുള്ളത് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ കാറ്റഗറിയിൽ പെടില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി, നാവിൻ്റെ രുചിക്ക് വേണ്ടി ഇതൊന്നും നോക്കാതെ തോന്നിയ പോലെ നിത്യം എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു, ഇതിനൊന്നും കൺസിഡർ ചെയ്യാതെ ചെയ്യുന്നവർ അവരെ മ്ലേച്ഛരെന്ന് വിളിക്കുന്നു. അതാണൊരു വ്യത്യാസം. ഓക്കെ അത്തച്ചി, ഓക്കെ അല്ലേ രജനി മാതാജി? കേൾക്കുന്നുണ്ട്? ഓക്കെ, ഹരിബോൾ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഹരിബോൾ. ഹരേ കൃഷ്ണ. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവ ശ്രീല പ്രഭുപാദ് കി ജയ്. അടുത്ത ക്ലാസ്സിന് സമയമായി. ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു.